ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്നൊരു റെസിപ്പിയാണ്. എന്നാലും എല്ലാവരും ഓരോ രീതിയിലല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്കുന്നത്. അപ്പോൾ ഇന്ന് ചെമ്മീൻ ഫ്രൈ ആണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ചെമ്മീൻ ഫ്രൈ. അപ്പോൾ ഇതാ ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്ത് കടായിൽ തന്നെ ചോറിട്ടിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് പെരക്കിയിട്ടൊന്ന് നമ്മൾ തിന്നൂലേ. അപ്പോൾ നല്ല രസമല്ലേ ഇങ്ങനെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് അധികം മസാല ഒന്നും ഉണ്ടായിട്ടില്ല, എന്നാലും ഒരു ചൂട് ചട്ടിയിൽ തന്നെ ചോറിട്ടിട്ട് ഇങ്ങനെ പെരക്കിയിട്ട് കഴിക്കുമ്പോണ്ടല്ല എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം. ചെമ്മീൻ്റെ പ്രത്യേക ടേസ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കും. ചെമ്മീനും കൂന്തലൊക്കെ ഒരു ടേസ്റ്റ് അല്ലേ. ചെമ്മീനും കൂന്തലും കല്ലുമ്മക്കായൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ, 2 പിടി മാത്രമേ ഞാൻ വാരി തിന്നിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഇങ്ങനെ മിക്സ് ചെയ്ത് കണ്ടപ്പോൾ എൻ്റെ മോള് ചോറ് കഴിക്കാത്ത ആളാണേ, അപ്പോൾ ബാക്കി തിന്നത് അവളാണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ റെസിപ്പി പറയാം. അപ്പോൾ 1 കിലോ ചെമ്മീനാണ് എടുത്തത്. അപ്പോൾ 2 ടീസ്പൂണ് മുളക് പൊടി, അപ്പോൾ മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടിയും, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെമ്മീനിലേക്ക് ഞാൻ ഈ ഒരു 3 പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. അപ്പോൾ ഇത് മാത്രം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യാൻ. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ട് കുറേ സമയം വെക്കുന്നൊന്നുമില്ല കേട്ടോ, അപ്പോൾ തന്നെ ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കണം, അത് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ചൂടായ പാനിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത്. ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ അല്ലേ നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കാം. എന്നിട്ട് ഇതാ എല്ലാം ഇതുപോലെ നിരത്തി അങ്ങ് വെച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ഓയിലെല്ലാം എടുക്കും, ആ ഒരു രീതിയിലുള്ള ഓയിൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം ഇതാ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. പിന്നെ ഇത് ഞാൻ എല്ലാം നിരത്തി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു ചെമ്മീൻ കഴിക്കുമ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇങ്ങനെ കഴിക്കാൻ കിട്ടില്ല. അപ്പോൾ അതും ഒരു നല്ലൊരു രസമാണ് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില, ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് അത്യാവശ്യം ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഇത് നമ്മൾ ഫിഷ് തിരിച്ചിടുന്ന പോലെ തിരിച്ചിട്ട് കൊടുക്കാം. അതായത് ഇതിനൊക്കെ ഇത്രയേ പണിയുള്ളൂ, വേഗം ആവുകയും ചെയ്യും. പിന്നെ നല്ല ടേസ്റ്റാണ് ചോറ്. നമുക്ക് ഒരു പരിപ്പ് കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പാറോ ഈ പൊരിച്ചത് മാത്രം മതി, അത്രയും ടേസ്റ്റല്ലേ. നമുക്ക് ചെമ്മീൻ ഇഷ്ടപ്പെടുന്നവർക്ക്, എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ല, നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെ അടിപൊളിയായിരിക്കും. ഞാൻ കുറേ മുമ്പൊരു റെസിപ്പി ഇട്ടായിരുന്നു, ചെമ്മീൻ ഫ്രൈ ചെയ്യുന്ന റെസിപ്പി. അതിന് ഞാൻ തേങ്ങാപ്പാലൊക്കെ ചേർക്കാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതും വേറൊരു ടേസ്റ്റ് കേട്ടോ, അതും അടിപൊളി തന്നെയാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോട്ടെ. നല്ല റെസിപ്പി ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്, അങ്ങനെ ഫ്ലോപ്പ് ആവുന്നില്ല, തീർച്ചയായും നല്ല റെസിപ്പി തന്നെയായിരിക്കും. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണേ. പിന്നെ ഇതാ ഇത്രേ പണിയുള്ളൂ, ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ.